മാഹിദേവരൻ സുലൈമാനെ ചുംബിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ മുഖം തിരിച്ചു കളയുന്നു. മാഹിദേവരൻ അയാളെ സംശയത്തോടെ നോക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയോ? അയാൾ ഒന്നും മിണ്ടിയില്ല. സുലൈമാൻ മാഹിദേവരൻ്റെ കൈ തട്ടിമാറ്റുന്നു. അവൾ ഭക്ഷണത്തിൽ വിഷം ചേർത്തത് അയാൾക്ക് ഓർമ്മ വരുന്നു. അയാൾ എണീറ്റ് പോകാൻ നോക്കുമ്പോൾ മാഹിദേവരൻ പുറകിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അള്ളാഹുവിനെ ഓർത്ത് എന്നെ ഉപേക്ഷിക്കരുത് ഇൻകാരം, ഞാൻ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സുലൈമാൻ അവളുടെ കൈ വിടിയിപ്പിച്ചിട്ട് ബാൽക്കണിയിലേക്ക് പോകുന്നു. മാഹിദേവരൻ കരഞ്ഞുകൊണ്ട് ബെഡിലേക്കിരുന്നു. ഹുറം ദേഷ്യത്തിൽ ചെന്ന് ഇബ്രാഹിമിൻ്റെ ഡോറിൽ കൊട്ടി. ഡോറ് തുറന്ന് ഇബ്രാഹിം ഹുറത്തെ കണ്ട് സുംബുലിനെ നോക്കുന്നു. എന്നിട്ട് ഹുറത്തെ നോക്കി എന്താണെന്ന ഭാവത്തിൽ തലചരിച്ചു. നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഉയരത്തിൽ നിന്നും താഴെ വീഴാൻ അധികം സമയമൊന്നും വേണ്ട പാഷ. ഞാൻ നിങ്ങളെ അവിടുന്ന് തള്ളിയിടും, കണ്ടോ? ഹുറം ഹാത്തുൻ, ഇവിടെ വന്ന് ഭീഷണിയൊന്നും വേണ്ട. നിങ്ങളെക്കൊണ്ട് പറ്റുന്നതൊക്കെ നിങ്ങളങ്ങ് ചെയ്യ്. ഞാൻ കാണട്ടെ നിന്റെ മിടുക്ക്. ഇൻകാരത്തിന് എനിക്കുമിടയിൽ ആർക്കും വരാനാവില്ല. ഹുറം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു. ശരിയാ, എനിക്ക് വരാൻ പറ്റില്ല, പക്ഷേ ഖദീജ സുൽത്താനയ്ക്ക് വരാൻ പറ്റും. സുംബുൽ രണ്ടുപേരെയും നോക്കി. ഹുറം തിരിച്ചു നടന്നു. ഇബ്രാഹിം പല്ല് കടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. ഹുറം റൂമിലേക്ക് വന്നപ്പോൾ ഗുൽനിഹാൽ അവിടെ ഇരുന്നിരുന്നു. നീ എന്താ ഉറങ്ങാഞ്ഞത്? ഞാൻ നീ വരാനായി വെയിറ്റ് ചെയ്തതാ. എനിക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യണ്ട. സുലൈമാന് വേണ്ടി ഒരുക്കിയ ഭക്ഷണം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതെന്താ എടുത്ത് മാറ്റിയില്ലേ? ഇല്ല, ഞാനിപ്പോൾ മാറ്റാം. ഗുൽനിഹാൽ എടുക്കാൻ പോകുമ്പോൾ ഹുറം പറയുന്നു. വേണ്ട, ഞാൻ എടുത്തോളാം. അവൾ അതിൻ്റെ അടുത്തേക്ക് വന്നത് മറിച്ചിട്ടു. ശബ്ദം കേട്ട് ഉറങ്ങുകയായിരുന്ന കുഞ്ഞുങ്ങൾ ഉണർന്നു. ഗുൽനിഹാൽ പറയുന്നു. നീ ഞങ്ങളെ പേടിപ്പിക്കുകയാണ് ഹുറം. അവൾ കുഞ്ഞുങ്ങളെ ഉറക്കാനായി പോയി. പേടി വേണം, എല്ലാവർക്കും പേടി വേണം, ഹുറം സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ബാൽക്കണിയിൽ നിന്നിരുന്ന സുലൈമാൻ്റെ അടുത്തേക്ക് ഇബ്രാഹിം വരുന്നു. കുറച്ചു നേരം സംശയിച്ച് നിന്ന ശേഷം ചോദിക്കുന്നു. ഇൻകാരം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ഇബ്രാഹിം, ഞാൻ കുറച്ച് ശുദ്ധവായു കിട്ടാനായി ഇവിടെ വന്ന് നിന്നതാ. ഇബ്രാഹിം തലയാട്ടി. നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ചിരുന്നു. ഞാനൊന്ന് മാർക്കറ്റിൽ പോയി. പാർഗയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. തിരിച്ചെത്തിയപ്പോൾ അങ്ങ് ബിസിയായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയില്ല. നീ എപ്പോഴാ പാർഗയിലേക്ക് പോകുന്നത്? അങ്ങ് അനുവദിക്കുമെങ്കിൽ നാളെ പുറപ്പെടാമെന്ന് കരുതുന്നു. എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്ന പാർഗളി? അങ്ങ് എന്നോട് പറഞ്ഞത് വേഗം പോയി വരാനല്ലേ? ഇപ്പോൾ എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ നീ വേഗം പോയി വാ. ഇബ്രാഹിം തലയാട്ടി. എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം. ഒരുപക്ഷെ ഞാൻ മടങ്ങി വന്നില്ലെങ്കിലോ? നീ തീർച്ചയായും മടങ്ങി വരും പാർഗളി. നീ തിരികെ എത്തിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ അനുഗ്രഹിക്കില്ല. ഇബ്രാഹിം ഒന്നും മിണ്ടിയില്ല. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഖദീജ സുൽത്താനയും ഗുൽഫാമും കാണുന്നു. അവർ എന്താവും സംസാരിക്കുന്നത്? ഇബ്രാഹിമിന് ഞങ്ങളുടെ കാര്യം പേടിയില്ലാതെ സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ, ഖദീജ സുൽത്താന പറയുന്നു. തീർച്ചയായും നിങ്ങൾക്കതിന് സാധിക്കും സുൽത്താന, ഗുൽഫാം പറഞ്ഞു. അവരെ നോക്കിക്കൊണ്ട് ഖദീജ സുൽത്താന പറയുന്നു. ഞാൻ ഇബ്രാഹിമിനെ അവസാനമായി കാണുകയാണോ എന്നൊരു പേടി തോന്നുന്നു. ഇബ്രാഹിം വളരെ വിഷമിച്ചാണ് നിൽക്കുന്നത്. രാത്രി സുലൈമാൻ ആഭരണ നിർമ്മാണത്തിലായിരുന്നു. ഇബ്രാഹിം ലെറ്റർ വെച്ച ടൂൾ ബോക്സ് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. മാഹിദേവരൻ അവിടെ കിടന്ന് കരയുകയായിരുന്നു. ഹുറം അസ്വസ്ഥതയോടെ അവളുടെ ബെഡിലിരുന്നു. ഇബ്രാഹിം പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഖദീജ സുൽത്താന കൊടുത്ത സമ്മാനം എടുത്തു നോക്കിയിട്ട് അതുകൂടി പെട്ടിയിലാക്കി വെച്ചു. എന്നിട്ടൊരു ലെറ്റർ ഒരു ഗാർഡിനെ ഏൽപ്പിച്ചിട്ട് എന്തോ പറഞ്ഞു. അയാൾ കുമ്പിട്ടിട്ട് പോകുന്നു. രാവിലെ മാഹിദേവരൻ വിഷമത്തോടെ സുലൈമാൻ്റെ ചേംബറിൽ നിന്ന് പോകുന്നു. സുലൈമാൻ അവളെ നോക്കാതെ നിന്നു. ഡോറിന് വെളിയിൽ ഗുൽഷ അവരെ കാത്തു നിന്നിരുന്നു. അവർ നടന്നു. ഗുഡ് മോർണിംഗ് സുൽത്താന, എന്തു പറ്റി? വയ്യേ? ഒന്നും മിണ്ടാതിരിക്കൂ ഗുൽഷ. മാഹിദേവരൻ്റെ ദേഷ്യത്തിലുള്ള പ്രതികരണം കേട്ട് ഗുൽഷ ഒരു നിമിഷം നിന്നു. എന്നിട്ട് അവരുടെ പുറകെ നടന്നു. ഹുറം കണ്ണാടിയിൽ നോക്കി ഡ്രസ്സൊക്കെ ശരിയാക്കി. എന്നിട്ട് ഗുൽനിഹാലിനെ വിളിക്കുന്നു. ഗുൽനിഹാൽ, നീ ഷെഹസാദ് മുഹമ്മദിനെ നോക്കിക്കോ, ഞാനിപ്പോൾ വരാം. എവിടെ പോണു ഹുറം? ഹുറം അവളെ രൂക്ഷമായി നോക്കുന്നു. നിഗാർ കാഫ അങ്ങോട്ട് കയറി വന്നു. വരൂ നിഗാർ കാഫ, നമുക്ക് പോകാം. ഇത്ര രാവിലെ എവിടെ പോകാനാ? നിഗാർ ചോദിച്ചു. നീ അറിഞ്ഞില്ലേ നിഗാർ, ഇന്നലെ രാത്രി മാഹിദേവരൻ സുൽത്താന? ഗുൽനിഹാൽ പറഞ്ഞു തീരും മുമ്പ് ഹുറം ഒച്ച വെച്ച് പറയുന്നു. ആ സ്ത്രീയുടെ പേരിവിടെ പറഞ്ഞു പോകരുത്. ഗുൽനിഹാൽ ഷെഹസാദ് മുഹമ്മദിനെ മുത്തം വെച്ചു. നിഗാർ വിഷമത്തോടെ അവളെ നോക്കി. വരൂ നിഗാർ, ഹുറം അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഹരത്തിലെ പെണ്ണുങ്ങൾ ക്ലാസ്സിൽ പോകാൻ നിൽക്കുകയായിരുന്നു. അവരെ കണ്ട മാഹിദേവരൻ സന്തോഷം അഭിനയിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഗുഡ് മോർണിംഗ് സുൽത്താന, എല്ലാവരും സുഖമായിരിക്കുന്നോ? അതെ സുൽത്താന, ഞങ്ങൾ സുൽത്താനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ സുഖമായിരിക്കുന്നു. നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് മാഹിദേവരൻ സുൽത്താന പോകുന്നു. മാഹിദേവരൻ സുൽത്താന നല്ല സന്തോഷത്തിലാണല്ലോ. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി സുൽത്താൻ സുലൈമാനോടൊപ്പമായിരുന്നു. അതാ. ഹുറം ഇതറിഞ്ഞു കാണും. അവളുടെ മുഖമൊന്ന് കാണേണ്ടതാണ് എന്ന് പറഞ്ഞവർ ചിരിക്കുന്നു. ഹുറവും നിഗാർ കാഫയും സംസാരിച്ചുകൊണ്ട് വരുന്നു. മാഹിദേവരൻ മുന്നിലെത്തിയത് കണ്ട് നിഗാർ അവരെ കുമ്പിട്ടു. ഹുറം ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. ഹുറം ഹാത്തുൻ, ഞാൻ അറിഞ്ഞു ഇന്നലെ രാത്രി നീ ഇൻകാരത്തിൻ്റെ ചേംബറിന് വെളിയിൽ വന്ന് ബഹളം വെച്ചത്. പാവം പെണ്ണ്.
മാഹിദേവരാൻ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഹുറം അവരെ നോക്കാതെ മുന്നോട്ട് നടന്നു. റൂമിലെത്തിയ മാഹിദേവരാൻ ഗുൽഷയോട് പറയുന്നു, എന്നെ കുറച്ചു നേരം ഒറ്റയ്ക്ക് വിട്. ഗുൽഷ പുറത്തേക്കിറങ്ങി. മാഹിദേവരാൻ വിഷമിച്ച് കട്ടിലിൽ ചെന്നിരുന്ന് കരയുന്നു. ഹദീജ സുൽത്താന ഭക്ഷണം ഒന്നും കഴിക്കാതെ കിടക്കുകയായിരുന്നു. ഗുൽഫാം വന്നു പറയുന്നു, സുൽത്താന കുറച്ച് ഭക്ഷണം കഴിക്ക്. എനിക്കൊന്നും വേണ്ട ഗുൽഫാം, ഇതൊക്കെ കൊണ്ടുപോയിക്കോളാൻ പറ. ഒരു ഗാർഡ് കയറി വരുന്നു. ഗുൽഫാമിനെ വിളിച്ചു. ഈ ലെറ്റർ ഇബ്രാഹിം പാഷ തന്നുവിട്ടതാണ്. അയാൾ അത് കൊടുത്തു. അത് കേട്ട ഹദീജ സുൽത്താൻ എണീറ്റിരുന്ന് നോക്കുന്നു. ഗുൽഫാം അവരെ നോക്കി ചിരിച്ചു. എന്നിട്ട് അത് കൊണ്ടുപോയി അവർക്ക് കൊടുത്തു. ഹദീജ ആ ലെറ്റർ വായിക്കുന്നു. എൻ്റെ സുൽത്താന, എൻ്റെ ഹൃദയം സ്വന്തമാക്കിയവളെ, എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് യാത്ര പറയേണ്ടതെന്ന്. ഞാൻ പാർഗയിലേക്ക് പോകുന്നു. എൻ്റെ കുടുംബത്തെ കണ്ടെത്തണം. അവിടെ എന്തവസ്ഥയായാലും ഞാൻ അതിനെ അംഗീകരിക്കാൻ തയ്യാറായാണ് പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ എനിക്കായില്ല. അതിനായി ശ്രമിച്ചു, ആഗ്രഹിച്ചു. പക്ഷേ എന്നെക്കൊണ്ട് സാധിച്ചില്ല സുൽത്താന. ഇൻക്യാരത്തോട് ഇത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ എന്നെക്കൊണ്ടായില്ല. സ്വർഗത്തിലെ പൂന്തോട്ടം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ കൊട്ടാരത്തിൻ്റെ ചുമരുകൾക്കിടയിൽപ്പെട്ട് എനിക്ക് അനങ്ങാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് ഞാൻ. ഞാൻ തീർത്തും നിസ്സഹായനാണ് സുൽത്താന. പക്ഷെ ഒന്ന് മാത്രം എനിക്ക് നിങ്ങളോട് പറയാനാവും. എൻ്റെ അവസാന ശ്വാസത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. ലെറ്റർ വായിച്ച ഹദീജ സുൽത്താന മരവിച്ചതുപോലെ നിന്നു. സുലൈമാൻ ആഭരണ നിർമ്മാണത്തിലായിരുന്നു. ടൂൾ ബോക്സ് തുറന്ന് സുലൈമാൻ ഇബ്രാഹിമിൻ്റെ ലെറ്റർ കിട്ടി. അതെടുത്ത് നോക്കുമ്പോൾ ഒരു ഗാർഡ് വന്ന് പറയുന്നു, ഇൻക്യാരം, ഹുറം സുൽത്താനെ കാണാൻ വന്നിട്ടുണ്ട്. ശരി, വരാൻ പറയൂ. ഹുറം വന്ന് കുമ്പിട്ടു. ഇൻക്യാരം, എനിക്ക് അങ്ങയോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്. സുലൈമാൻ അവളെ നോക്കാതെ പറഞ്ഞു. ഹുറത്തിൻ്റെ മുഖം മാറി. സുലൈമാൻ ആ ലെറ്റർ തുറന്നു വായിക്കുന്നു. ഇൻക്യാരം, ഞാൻ ഇബ്രാഹിം, മനോലിസ് എന്നൊരു ഗ്രീക്ക് ഫിഷർമാൻ്റെ മകൻ. സരൂഹലി ഫാമിലെ ജോലിക്കാരനായിരുന്നു ഞാൻ. അങ്ങ് സെർഡസ് മലനിരകളിൽ വേട്ടയ്ക്ക് വന്നപ്പോൾ നമ്മൾ മനിസയിൽ വെച്ച് കണ്ടുമുട്ടി. പിന്നെ അങ്ങ് എന്നെ അങ്ങയുടെ സഹായിയാക്കി കൂടെ കൂട്ടി. ഓരോ അവസരങ്ങളിലും അങ്ങൻ്റെ സ്ഥാനം ഉയർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്ന് രാജിവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ തേടിപ്പോകുന്നു. അങ്ങ് എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങളും തിരിച്ച് അങ്ങയുടെ കാൽക്കൽ തന്നെ വയ്ക്കുന്നു. ഇൻക്യാരം, ഞാൻ ഇനി തിരിച്ചു വരില്ല. ഞാൻ ഈ അത്യാഡംബര കൊട്ടാരത്തിൽ ജീവിക്കുമ്പോഴും പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖത്തിലായിരുന്നു. ഹദീജ സുൽത്താനയോട് എപ്പോഴോ തോന്നിപ്പോയൊരിഷ്ടം എൻ്റെ മനസ്സ് വിങ്ങുകയായിരുന്നു. അവർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാനായില്ലല്ലോ എന്ന ചിന്ത എന്നെ അലട്ടുകയായിരുന്നു. എനിക്ക് അവരുടെ മുഖത്ത് നോക്കാനാവുന്നില്ല. ഇൻക്യാരം, എന്നോട് ക്ഷമിക്കണം. ഹദീജ സുൽത്താനയുടെ കണ്ണീരിന് മുന്നിൽ ഞാൻ ഇല്ലാതാവുകയാണ്. എനിക്കിവിടെ തുടരാനാവുന്നില്ല. ലെറ്റർ വായിച്ച സുലൈമാൻ അതിശയിച്ചു നിന്നു. എന്തു പറ്റി ഇൻക്യാരം? എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചോ? ഹുറം ചോദിച്ചു. ഇബ്രാഹിം എന്നെ ചതിക്കുകയായിരുന്നു. അവൻ എങ്ങനെ ഇത് ചെയ്തുകൊണ്ട് എൻ്റെ കണ്ണിൽ നോക്കാനായി? ഇത് ഇബ്രാഹിമിൻ്റെ ലെറ്ററാണ്. ഇബ്രാഹിം അങ്ങയെ ചതിച്ചോ? ഹുറം ചോദിച്ചു. സുലൈമാൻ ദേഷ്യത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. ഹുറം തല കുനിച്ചു. എന്നോട് ക്ഷമിക്കണം ഇൻക്യാരം. നിങ്ങൾ എന്നോട് ദേഷ്യത്തിലാണോ? നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് എന്താ പറയാനുള്ളത്? ഹുറം ഒന്ന് പരിങ്ങി. ഞാൻ ഹദീജ സുൽത്താനയുടെ കാര്യം പറയാൻ വന്നതാണ്. ഹദീജ സുൽത്താൻ എപ്പോഴും ദുഃഖത്തിലാണ്. ഒരു പക്ഷേ സുൽത്താനെ കല്യാണം കഴിക്കാൻ പോകുന്ന സലബി മാമത്തിന് അസുഖമായതുകൊണ്ടാവും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടാവുമോ? സുൽത്താനയ്ക്ക് വേണ്ടി എന്നെക്കൊണ്ട് എന്ത് ചെയ്യാനാവും? സുലൈമാൻ ആ ലെറ്ററിലേക്ക് നോക്കി. എന്നിട്ട് പറയുന്നു, പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പൊക്കോ. ഇന്നലെ രാത്രി വെളുക്കുവോളം ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരുന്നു ഇൻക്യാരം. സുലൈമാൻ അത് കേട്ട് ദേഷ്യം വന്നു. അവളെ രൂക്ഷമായി നോക്കുന്നു. ഹുറം അയാളെ ഒന്ന് നോക്കിയിട്ട് കുമ്പിട്ടിട്ട് പോയി. ഹദീജ സുൽത്താന കരഞ്ഞുകൊണ്ട് ഗുൽഫാമിനെ നോക്കുന്നു. ഇബ്രാഹിം പോയി. എനിക്ക് അവനെ നഷ്ടമായി ഗുൽഫാം. ഇബ്രാഹിം തീർച്ചയായും തിരിച്ചു വരും സുൽത്താന. അവന് നിങ്ങളെ വിട്ടുപോകാനാവില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗുൽഫാം. അവൻ ഇൻക്യാരത്തോട് പറയാമായിരുന്നില്ലേ? അല്ലെങ്കിൽ എന്നെ കൂടെ കൂട്ടാമായിരുന്നില്ലേ? അവൻ്റെ കൂടെ ഏത് നരകത്തിൽ പോകാനും എനിക്ക് മടിയില്ല. അവർക്ക് കരച്ചിലടക്കാനാവുന്നില്ല. വാലിദ സുൽത്താനയും ദായ ഹാത്തൂനും സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നു. മാഹിദേവരൻ സന്തോഷത്തിലാണ്. ഞാനാണ് അവൾക്ക് വേണ്ടി എൻ്റെ മോനോട് സംസാരിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി കാണും. വാലിദ സുൽത്താന പറയുന്നു. ഹുറം തൂണിന് മറവിൽ നിന്ന് അത് കേട്ടു. വിഷമത്തോടെ തലയാട്ടുന്നു. ഹുറം വാലിദ സുൽത്താനയെ കാണാൻ വരുന്നു. അവൾ കുമ്പിട്ടു. വാലിദ. ഹുറം, എന്തു പറ്റി? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് വാലിദ. പറയൂ ഹുറം. അവൾ ദായ ഹാത്തൂനെ ഒന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി മുന്നിലേക്ക് നീങ്ങി നിന്നു. ഞാൻ ഹദീജ സുൽത്താനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സുൽത്താനെ വിഷമിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമില്ല. നിനക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ, വാലിദ സുൽത്താന പറഞ്ഞു. ഇബ്രാഹിം പാഷ ഇവിടുന്ന് പോയി. ആൾ ഇൻക്യാരത്തിന് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഇവിടുന്ന് ഒളിച്ചോടി. വാലിദ സുൽത്താനയും ദായ ഹാത്തൂനെ അതിശയിച്ച് നോക്കുന്നു. എനിക്ക് തോന്നുന്നു അതിന് കാരണം ഹദീജ സുൽത്താനയാണെന്ന്. നീ എന്തേ പറഞ്ഞു വരുന്നത്? ഇബ്രാഹിമും ഹദീജയും തമ്മിൽ എന്താ പ്രശ്നം? വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയരുത്. ഞാൻ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. ഹദീജ സുൽത്താനയും ഇബ്രാഹിം പാഷയും തമ്മിൽ സ്നേഹത്തിലാണ്.
അവർ ഒരുമിക്കേണ്ടവരാണ് വാലിദ. നിങ്ങളത് സാധിച്ചു കൊടുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കാൻ നിന്നെ ആരാ ഇവിടെ ഏർപ്പാടാക്കിയത്? വേണ്ടത് എന്താണെങ്കിലും ഞാൻ ചെയ്തോളാം. നീ നിന്റെ പിള്ളേരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഹുറം കുമ്പിട്ടിട്ട് പോകുന്നു. വാലിദ സുൽത്താന അസ്വസ്ഥയായി. അത് കണ്ട് ദായ ഖാത്തൂൻ പറയുന്നു, എൻ്റെ സുൽത്താന, ഹുറം ഖാത്തൂൻ പറയുന്ന ഒന്നും കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ദായ, ഹദീജയെ ഇങ്ങോട്ട് വിളിക്ക്. ഇപ്പോൾ തന്നെ വരാൻ പറ. ഹദീജ സുൽത്താൻ അങ്ങോട്ട് വരുന്നു. വാലിദ, എന്നെ വിളിച്ചോ? സാദിക, നീ പുറത്തു നിന്നോ? വാലിദ സുൽത്താന പറഞ്ഞു. അവൾ പോയി കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു, ഞാൻ കേട്ടത് സത്യമാണോ? വാലിദ, എന്താ കേട്ടത്? ഇബ്രാഹിം പാഷ എൻ്റെ മോനൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഇവിടുന്ന് പോയി. അതിൽ പറഞ്ഞത് അവൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. അത് സത്യമാണോ? നിനക്കറിയാമായിരുന്നു ഇബ്രാഹിമിന് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന്. ഹദീജ സുൽത്താൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. പറ ഹദീജ, നിനക്ക് അവനോട് ഇഷ്ടമായിരുന്നോ? അവൾ അവരെ ഒന്ന് നോക്കിയിട്ട് തല കുനിച്ചു. എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ. വാലിദ, ഹദീജ സുൽത്താനെ വിളിച്ചു. നീ എന്ത് പറഞ്ഞാണ് ഇനി ഈ തെറ്റിനെ ന്യായീകരിക്കാൻ പോകുന്നത്? നിനക്ക് നാണമില്ലേ? ഹദീജ സുൽത്താന വിഷമത്തോടെ പോകുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗുൽഫാം അവിടെ നിന്നിരുന്നു. എന്തുപറ്റി സുൽത്താന? അവരെല്ലാം അറിഞ്ഞു ഗുൽഫാം. എനിക്ക് ഇൻക്യാരത്തെ കാണണം. ഇതിൻ്റെ പേരിൽ ഇബ്രാഹിമിനെ ഒന്നും ചെയ്യരുതെന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കണം. അവൾ സുലൈമാനെ കാണാൻ പോകുന്നു. സുലൈമാൻ ഒരു ലെറ്റർ എഴുതി സീൽ വെച്ചു. എത്രയും പെട്ടെന്ന് അവരോട് പുറപ്പെടാൻ പറയണം. ഈ ലെറ്റർ ഇബ്രാഹിം പാഷയ്ക്ക് കൊടുക്കണം. ഒരു ഗാർഡ് വന്ന് പറയുന്നു, ഇൻക്യാരം, ഹദീജ സുൽത്താന കാണാൻ വന്നിരിക്കുന്നു. ഗാർഡ് പുറത്തു വന്ന് പറയുന്നു, ഇൻക്യാരം ഇപ്പോൾ ബിസിയാണ്. സുൽത്താനയോട് ചേംബറിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. വളരെ അത്യാവശ്യമാണ്. അദ്ദേഹം സുൽത്താനയോട് പൊക്കോളാനാണ് പറയുന്നത്. ഹദീജ സുൽത്താന വിഷമിച്ച് തിരിച്ചു നടന്നു. പാർഗയിലേക്ക് പോകും വഴി ഇബ്രാഹിം ആലോചിക്കുന്നു. 17 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുമ്പോൾ ഈ നാട് എന്നെ സ്വീകരിക്കുമോ? എനിക്ക് എൻ്റെ കുടുംബത്തെ വീണ്ടും കാണാനാവുമോ? കപ്പലിറങ്ങി ഇബ്രാഹിം മാർക്കറ്റിലൂടെ നടന്നു. അയാളുടെ വീടിന് മുന്നിലെത്തി നിന്നു. കുട്ടിക്കാലത്ത് തൻ്റെ ഇരട്ട സഹോദരനോടൊപ്പം അവിടെ ഓടിക്കളിച്ചത് ഓർക്കുന്നു. മുന്നോട്ട് ചെന്ന് വാതിലിൽ കൊട്ടിയിട്ട് അക്ഷമനായി നിന്നു. ആരും ഡോർ തുറന്നില്ല. അയാൾ ചുറ്റും നോക്കി. നിക്കോ, നിക്കോ, നീ നല്ല ഡ്രസ്സാണല്ലോ ഇട്ടേക്കുന്നത്. നീ ഇപ്പോൾ പണക്കാരനായോ? ഒരു സ്ത്രീ പുറകിൽ വന്ന് ചോദിച്ചു. ഇബ്രാഹിം അവരെ തിരിഞ്ഞു നോക്കി. അവനെ കണ്ടവർ അതിശയിച്ചു. നിക്കോ, ഇപ്പോൾ എവിടെയാണ്? അവർ അവനെ തന്നെ നോക്കി നിന്നു. ഇബ്രാഹിം അവരുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നു, ഞാൻ തിയോ ആണ്, നിക്കോയുടെ സഹോദരൻ. തിയോ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഞാൻ എലനിയാണ്. നീ എന്നെ ഓർക്കുന്നുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിന്നെ അവർ പിടിച്ചുകൊണ്ട് പോയതിൽ പിന്നെ ഒരു വിവരവും അറിഞ്ഞിരുന്നില്ലല്ലോ. നീ മരിച്ചു കാണുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ ഒരുപാട് കരഞ്ഞു. നിക്കോ ഭയങ്കര കരച്ചിലായിരുന്നു. നിക്കോ എവിടെ? അമ്മയെയും ആരെയും കാണുന്നില്ലല്ലോ. മനോലിസ് കടൽ തീരത്തുണ്ടാവും. സുലൈമാനും വാലിദ സുൽത്താനയും സംസാരിക്കുന്നു. ഹദീജ അവളുടെ ചേംബറിലിരുന്ന് കരച്ചിലാണ്. പക്ഷെ നമ്മൾ അവളെ മൈൻഡ് ചെയ്യണ്ട. അവൾ ചെയ്ത തെറ്റ് അവൾക്ക് മനസ്സിലാവട്ടെ. ഈ വിഷയത്തെപ്പറ്റി ഇനിയൊരു സംസാരം വേണ്ട, വാലിദ സുൽത്താന പറഞ്ഞു. സുലൈമാൻ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയുന്നു, വാലിദ, മനിസയിൽ വാലിദയുടെ പേരിൽ പണിയുന്ന മോസ്കിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഞാനത് പണി കഴിപ്പിച്ചു തരും. വാലിദ സുൽത്താന സന്തോഷത്തോടെ എണീറ്റ് ചെന്ന് അയാളെ ഹഗ് ചെയ്തു. എന്നിട്ട് ചെവിയിൽ പറയുന്നു, ഇന്ന് വ്യാഴാഴ്ചയാണെന്ന കാര്യം മറക്കണ്ട. സുലൈമാൻ്റെ മുഖം പെട്ടെന്ന് മാറി. പക്ഷേ അയാൾ അവരെ നോക്കി ചിരിച്ചു. ഹദീജ സുൽത്താന ഗുൽഫാമിനോട് പറയുന്നു, ഒരാഴ്ചയായി ഞാൻ ഇൻക്യാരത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുന്നു. അദ്ദേഹം എന്നെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. വാലിദ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അള്ളാ, എന്നെ രക്ഷിക്കണേ. ഹുറം സുൽത്താന, ആയിഷ വിളിക്കുന്നു. ഹുറം അവളെ തിരിഞ്ഞു നോക്കി. സുഖമാണോ? ഞാൻ വളരെ സുഖമായിരിക്കുന്നു. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഹുറം ചോദിച്ചു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇൻക്യാരം ഇന്ന് രാത്രി മാഹിദേവ്രാൻ സുൽത്താനയോടൊപ്പമാവും. നിന്നെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് വിഷമം തോന്നി. നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അവർ തമ്മിൽ ഇനി ഒരിക്കലും കാണില്ല. നിനക്ക് അത്ര ഉറപ്പാണെങ്കിൽ അങ്ങനെ ആവട്ടെ. സുംബുലാക അങ്ങോട്ട് വരുന്നു. മടി പിടിക്കാതെ വേഗം ക്ലാസ്സിൽ പോ ആയിഷ, സുംബുൽ പറഞ്ഞു. അയാൾ അവിടെ നിന്നിരുന്ന ഹുറത്തെ ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകാൻ പോയപ്പോൾ അവൾ അയാളുടെ മുന്നിലേക്ക് കയറി നിന്നു. സുംബുലാക, നിങ്ങൾ എന്നെ കാണാൻ വന്നതാണോ? അല്ല സുൽത്താന. സുംബുലാഗയ്ക്ക് ഇപ്പോൾ എന്നെ ഒരു മൈൻഡും ഇല്ലല്ലോ. എപ്പോഴും മാഹിദേവ്രാൻ സുൽത്താനയുടെ പുറകെയാണ്. അങ്ങനെയൊന്നുമില്ല സുൽത്താന. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇൻക്യാര എവിടെയാണ്? അതെനിക്കറിയില്ല സുൽത്താന. എനിക്ക് പോയിട്ട് കുറച്ച് ജോലി തീർക്കാനുണ്ടായിരുന്നു. സുംബുൽ അവിടുന്ന് പോകുന്നു. ഹുറം കുറച്ചു നേരം അവിടെ ആലോചിച്ച് നിന്നിട്ട് പോയി. ഗുൽഷ മാഹിദേവ്രാൻ സുൽത്താനയോട് പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട സുൽത്താന. ഇൻക്യാരത്തിൻ്റെ ഹൃദയത്തിൽ ഇനി എനിക്ക് സ്ഥാനമില്ല ഗുൽഷ. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ പോലും ഇപ്പോൾ ഞാനില്ല. നിന്നെക്കൊണ്ട് ചിന്തിക്കാൻ പോലും ആവില്ല ഞാൻ എത്രമാത്രം അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിച്ചുവെന്ന്. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. അദ്ദേഹം എന്നോട് ക്ഷമിക്കാൻ തയ്യാറല്ല ഗുൽഷ. എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ആ സ്ത്രീ അദ്ദേഹത്തെ മയക്കിയെടുത്തിരിക്കുകയാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം.
ഇല്ല സുൽത്താന, അദ്ദേഹം നിങ്ങളെ ഇന്ന് രാത്രിയും ക്ഷണിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഗുൽഷ. സുംബുലാക അങ്ങോട്ട് കയറി വരുന്നു. മാഹിദേവ്രാൻ സുൽത്താനയെ കുമ്പിട്ടു. സുൽത്താന, ഇൻക്യാരം ഇന്ന് രാത്രി നിങ്ങളെ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവർ സന്തോഷത്തോടെ പരസ്പരം നോക്കി ചിരിച്ചു. അത് കേട്ട ഷേസാദ് മുസ്തഫ പറയുന്നു, വാലിദ, ഞാനും വരുന്നുണ്ട്. മാഹിദേവ്രാന് സന്തോഷം അടക്കാനാവുന്നില്ല. ഹദീജ സുൽത്താന വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വരുന്നു. അവളെ കണ്ട് വാലിദ സുൽത്താന മുഖം തിരിച്ചു. സാദികയോട് അവിടുന്ന് പൊക്കോളാനുള്ള ഭാവത്തിൽ വാലിദ സുൽത്താന നോക്കുന്നു. എന്നിട്ട് ഹദീജ സുൽത്താനയെ നോക്കാതെ ഇരുന്നു. വാലിദ, എന്നോട് മിണ്ടില്ലേ? വാലിദയും ഇൻക്യാരത്തെ പോലെ എന്നെ അവഗണിക്കുകയാണോ? സ്വന്തം മക്കളെ അവഗണിക്കാൻ ഒരു മാതാവിനും സാധിക്കില്ല. അതുപോലെ മക്കളും അവരുടെ മാതാപിതാക്കളോട് വിശ്വസ്തരായിരിക്കണം. ഞങ്ങൾ നിന്റെ നല്ല ഭാവിക്കും സന്തോഷത്തിനു വേണ്ടി ഓരോന്ന് ചെയ്തു. നിന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ നീ അപ്പോഴെല്ലാം ഒന്നും തുറന്നു പറയാതെ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു. എൻ്റെ മോനെയും നീ വിഷമിപ്പിച്ചു. നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ ഞങ്ങളെ നാണം കെടുത്തി. വാലിദ, നിങ്ങളെ നാണം കെടുത്തുന്നതിലും എനിക്ക് മരിക്കാനാണ് ഇഷ്ടം. വാലിദ വിചാരിക്കുന്ന പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അവൾ അവരുടെ കാൽക്കൽ മുട്ടുകുത്തി നിന്നിട്ട് കൈയെടുത്ത് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് മാപ്പ് അപേക്ഷിക്കും പോലെ അവരെ നോക്കുന്നു. വാലിദ സുൽത്താനയുടെ കണ്ണു നിറഞ്ഞു. അഹമ്മദ് പാഷ ഫറാദ് പാഷയോട് പറയുന്നു, ഞാൻ ഇൻക്യാരത്തെ കാണാൻ നിൽക്കുകയാണ്. ഇബ്രാഹിം പാഷ പാർഗയിലേക്ക് പോയി. ഇബ്രാഹിമിന് ഇത്ര വലിയൊരു പൊസിഷൻ മാനേജ് ചെയ്യാനാവില്ല. പിന്നെ അദ്ദേഹം അത് ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അഹമ്മദ് പാഷ, ഇൻക്യാരത്തിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. ഫറാദ് പാഷ, ഇതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും അത് ഞാൻ തന്നെ അനുഭവിച്ചോളാം. നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. ഒരു ഗാർഡ് വന്ന് പറയുന്നു, ഇൻക്യാരം നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് പാഷ. ഫറാദ് പാഷ, നിങ്ങൾ ഇവിടെ തന്നെ നിന്നു. സന്തോഷ വാർത്തയുമായി ഞാൻ ഇപ്പോൾ തന്നെ വരാം. അഹമ്മദ് പാഷ സുലൈമാനെ കാണുന്നു. നിങ്ങൾ എൻ്റെ തീരുമാനത്തെ എതിർക്കാനാണോ ശ്രമിക്കുന്നത് അഹമ്മദ് പാഷ? ഞാൻ എപ്പോഴെങ്കിലും അങ്ങയുടെ തീരുമാനത്തെ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇൻക്യാരം? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങ് കൗൺസിൽ മീറ്റിങ്ങിൽ വെച്ച് ഇബ്രാഹിം പാഷയെ ഗ്രാൻഡ് വിസിയറായി തെരഞ്ഞെടുത്തപ്പോൾ ഞാനും അത് പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ വന്നത് എന്താ പറയൂ? അഹമ്മദ് പാഷ ആലോചിച്ച് നിൽക്കുന്നു. പറയൂ പാഷ. ഈ സമയത്ത് ഇത് പറയാമോ എന്നെനിക്കറിയില്ല. പക്ഷെ അങ്ങയുടെ സഹോദരി ബെയ്ഹാൻ സുൽത്താനയുടെ ഭർത്താവ് ഫറാദ് പാഷ. എന്താ പറയൂ, അവർക്ക് എന്ത് സംഭവിച്ചു? എനിക്ക് ഫറാദ് പാഷയുമായി യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അദ്ദേഹത്തെപ്പറ്റി പലതും കേൾക്കുന്നുണ്ട്. അദ്ദേഹം ചതിയൻ ദിൽഖാദുറുഗ്ലു അലി പാഷയുടെ തലയെടുത്തു. പക്ഷേ നമ്മൾ റോഡസിലായിരുന്നപ്പോൾ അദ്ദേഹം ഇവിടെ ഒരുപാട് അഴിമതി നടത്തി പണമുണ്ടാക്കി എന്നാണ് ആളുകൾ പറയുന്നത്. സുലൈമാൻ അഹമ്മദ് പാഷയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നു, അഹമ്മദ് പാഷ, ഫറാദ് പാഷയെ പോലെ അധികാരത്തിലിരിക്കുന്ന ഒരാൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ വരാം. അങ്ങനെ ആളുകൾ പറഞ്ഞു നടക്കുന്നതുമായി എൻ്റെ അടുത്തേക്ക് വരണ്ട. അതിന് തെളിവുണ്ടെങ്കിൽ മാത്രം അതുമായി വരിക. അപ്പോൾ ഞാൻ അവരുടെ തലയെടുക്കാം. സുൽത്താൻ സുലൈമാൻ്റെ നീതി നിർവഹണം എന്നും നീതിപരമായിരിക്കും. അഹമ്മദ് പാഷ ഒന്നും മിണ്ടിയില്ല. ഇബ്രാഹിം ബാബയെ കാണാൻ കടൽ തീരത്തേക്ക് വന്നു. അയാൾ അവിടെ വല നെയ്യുകയായിരുന്നു. ഇബ്രാഹിമിന് കരച്ചിൽ വന്നു. കുട്ടിക്കാലത്ത് വല നെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത് അവൻ ഓർമ്മ വരുന്നു. ബാബാ, ബാബാ. അയാൾ തിരിഞ്ഞു നോക്കി. ഞാൻ തിയോ ആണ്. അയാൾ അതിശയത്തോടെ അവനെ തന്നെ നോക്കി. ഇബ്രാഹിം ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. ഞാൻ തിരിച്ചു വന്നു ബാബാ. മോനെ തിയോ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. നീ എന്താ ഇത്രയും വൈകിയത് വരാൻ? നീ നല്ല കുപ്പായമാണല്ലോ ഇട്ടിരിക്കുന്നത്. നീ എവിടെയായിരുന്നു? നീ എങ്ങനെ ഇത്ര പണക്കാരനായി? അതൊക്കെ ഞാൻ പറയാം ബാബാ. അമ്മ എവിടെ? ഞാൻ വീട്ടിൽ പോയിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നിക്കോ എവിടെ? അയാളുടെ മുഖം മാറി. ഒന്നും മിണ്ടിയില്ല. ബാബാ, അമ്മ മരിച്ചുപോയോ? അതെ, 10 വർഷമായി. അവൾ എന്നെ സ്വർഗത്തിൽ കാത്തിരിക്കുകയാണ്. ഇബ്രാഹിമിന് കരച്ചിൽ വന്നു. അവൻ ബാബയുടെ നെഞ്ചത്ത് കിടന്ന് കരയുന്നു. അവളുടെ പ്രാർത്ഥനയിൽ എന്നും നീ ഉണ്ടായിരുന്നു. സാരില്ല മോനെ. നോക്ക്, നിക്കോ വരുന്നു. ഇബ്രാഹിം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. നിക്കോ അതിശയിച്ച് നോക്കിക്കൊണ്ട് വരുന്നു. എന്നിട്ട് പരസ്പരം ഹഗ് ചെയ്തു. നിക്കോ, എനിക്ക് നിന്നെ വീണ്ടും കാണാനായല്ലോ, ഇബ്രാഹിം പറഞ്ഞു. ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് ഓർക്കുമായിരുന്നു. നീ എവിടെയായിരുന്നു? ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ബാബ പറയുമായിരുന്നു നീ മരിച്ചുപോയി കാണുമെന്ന്. പക്ഷെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ പറയും എൻ്റെ തിയോ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. എൻ്റെ മനസ്സ് എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു. നീ ഒരിക്കൽ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു, നിക്കോ പറഞ്ഞു. ഇബ്രാഹിം കണ്ണു തുടച്ചു. വാ, നമുക്ക് വീട്ടിൽ പോകാം. നിനക്ക് വിശക്കുന്നുണ്ടോ തിയോ? ബാബ ചോദിച്ചു. എനിക്ക് ഈ മീൻ മുഴുവൻ കഴിക്കാനുള്ള വിശപ്പുണ്ട്, ഇബ്രാഹിം കുട്ടയിലുള്ള മീൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. നീ പണ്ട് എൻ്റെ മീൻ കൂടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇത് മുഴുവൻ നീ തിന്നു. അവർ വീണ്ടും ഹഗ് ചെയ്തു. വാ, നമുക്ക് പോകാം. ഇബ്രാഹിമും ബാബയും മുന്നിൽ നടന്നു. ഇബ്രാഹിമിനൊപ്പം വന്ന 3 പേർ ഇബ്രാഹിമിനെ കുമ്പിടുന്നത് കണ്ട് നിയോ അതിശയിച്ച് നോക്കുന്നു. എന്നിട്ട് അവനും അവർക്ക് പുറകെ പോയി.